ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴ അടയ്ക്കാത്തവർ ഒന്ന് സൂക്ഷിച്ചോളൂ. അത്തരക്കാർക്ക് ഇനി വാഹന ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾ തടസ്സപ്പെടും. 1989 കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം പരിഷ്കരിച്ച് ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയ കരട് വിജ്ഞാപനത്തിലാണ് പുതിയ ചട്ടം കൂട്ടിച്ചേർത്തത്. പിഴ അടയ്ക്കാത്ത വാഹനങ്ങളെ പരിവാഹൻ പോർട്ടലിൽ നോട്ട് ടു ബി ട്രാൻസാക്ടഡ് എന്ന് രേഖപ്പെടുത്താനാണ് പ്രധാന നിർദ്ദേശം. ഇതോടെ വാഹനത്തിന്റെ പുക പരിശോധന, രജിസ്ട്രേഷൻ പുതുക്കൽ, ഉടമയുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ തുടങ്ങിയ അപേക്ഷകൾ അധികൃതർ പരിഗണിക്കില്ല. പിഴ പൂർണ്ണമായി അടച്ചാൽ മാത്രമേ സേവനങ്ങൾ ലഭ്യമാകൂ. കുടിശ്ശികയുള്ള കാര്യം വാഹന ഉടമയ്ക്ക് ഇമെയിൽ അല്ലെങ്കിൽ SMS വഴി ലഭിക്കും. പുതിയ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്ന് 6 മാസത്തിനകം ട്രാഫിക് പിഴകൾ തീർപ്പാക്കുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തണമെന്നും കരടിൽ നിർദ്ദേശിക്കുന്നു. റോഡിൽ ഇറങ്ങുമ്പോൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ബിൽ കുടിശ്ശിക കാരണം ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്ന് സ്തംഭിച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ AI ക്യാമറകൾ വീണ്ടും കണ്ണു തുറന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ പിഴ ചുമത്തി തുടങ്ങി. നേരത്തെ ക്യാമറയിൽ പതിഞ്ഞ നിയമലംഘനങ്ങളും ഉടൻ അപ്ലോഡ് ചെയ്യും. AI ക്യാമറകളുടെ മേൽനോട്ടവും നടത്തിപ്പും കെൽട്രോണിനാണ്. റോഡ് സുരക്ഷാ അതോറിറ്റി കെൽട്രോണിന് നിശ്ചിത ഗഡുക്കളായി പണം അനുവദിക്കുമെന്നായിരുന്നു കരാർ. ഇത്തരത്തിൽ റോഡ് സുരക്ഷാ അതോറിറ്റിയിൽ നിന്ന് 55 കോടി രൂപ കെൽട്രോണിന് കിട്ടാനുണ്ട്. ഇതുമൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ കെൽട്രോണിന് ഇന്റർനെറ്റ് ബിൽ അടയ്ക്കാനാകാഞ്ഞതാണ് AI ക്യാമറകളുടെ പ്രവർത്തനം നിലയ്ക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. കെൽട്രോണിനുള്ള കുടിശ്ശിക തീർപ്പാക്കുന്നത് സംബന്ധിച്ച് സർക്കാർ തലത്തിൽ ചർച്ച ആരംഭിച്ചു. ഇതിൽ വിശ്വാസമർപ്പിച്ച് കെൽട്രോൺ സ്വന്തം നിലയ്ക്ക് തുക അടച്ചതോടെയാണ് ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിച്ചത്. 2023 ഏപ്രിലാണ് ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താൻ സംസ്ഥാനത്ത് 625 AI ക്യാമറകൾ സ്ഥാപിച്ചത്. 232 കോടി രൂപ ചെലവിട്ട പദ്ധതിയിൽ ഇതുവരെ പിഴ ഇനത്തിൽ 325 കോടി രൂപ സർക്കാർ ഖജനാവിലെത്തി. പിഴ ചുമത്തിയെ സംബന്ധിച്ച് വാഹന ഉടമകൾക്ക് നോട്ടീസ് അയക്കേണ്ട ചുമതലയും കെൽട്രോണിനാണ്. പ്രതിവർഷം 25 ലക്ഷം നോട്ടീസ് അയക്കാനാണ് കരാർ. 40 ലക്ഷത്തിന് മുകളിൽ നോട്ടീസ് അയക്കേണ്ട സ്ഥിതിയാണിപ്പോൾ. ഇതിന് സർക്കാർ അധിക തുക നൽകാത്തതിനാൽ നിലവിൽ SMS മാത്രമാണ് അയക്കുന്നത്.